ശബരിമലയിലെ സ്വർണ്ണശില്പങ്ങളിലും സ്വർണ്ണപ്പാളികളും കേന്ദ്രീകരിച്ച് നടന്ന വൻ കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കേന്ദ്ര രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഏറെ വിവാദമായ ഈ കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ രാഷ്ട്രീയ പോർമുഖം പുതിയ ദിശയിലേക്ക് മാറുകയാണ്. തന്ത്രിയെ മുൻനിർത്തി തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പോലീസിന്റെ ഈ കണ്ടെത്തൽ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇതോടെ അന്വേഷണത്തിന്റെ മുന ഇനി പൂർണ്ണമായും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എന്നിവരടക്കമുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് നീങ്ങുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞ വേളയിൽ ഈ സ്വർണ്ണ കവർച്ച കേസ് കേരളത്തിലെ അധികാര സമവാക്യങ്ങളെ അട്ടിമറിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികളുടെ മറവിൽ നടന്ന ക്രമക്കേടുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞത് സർക്കാരിനെയും ബോർഡിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. രേഖകളിൽ തിരിമറി നടത്തിയാണ് സ്വർണ്ണവേട്ടയ്ക്ക് വഴിയൊരുക്കിയതെന്നാണ് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിൻസുട്ട് രേഖകളിൽ പിച്ചളപ്പാളി എന്ന് രേഖപ്പെടുത്തിയിരുന്നത് വെട്ടിത്തിരുത്തി ചെമ്പുപാളി എന്നാക്കി മാറ്റിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ ആസൂത്രിത നീക്കമായിരുന്നു. തന്ത്രി ഒപ്പിടാത്ത മഹസർ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയതോടെ ഭരണകൂടം തന്ത്രി കുടുംബത്തെ മനഃപൂർവ്വം പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന ആരോപണവും ശക്തമായി. തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചതോടെ ഇഡി അന്വേഷണം ഇനി ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനകളിലേക്ക് മാത്രമായി ചുരുങ്ങുകയും ചെയ്യും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ മുൻ മന്ത്രിമാരിലേക്കും ബോർഡ് ഭാരവാഹികളിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഭരണമുന്നണിയിൽ വൻ ആശങ്കയ്ക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ശബരിമല വിഷയം ദേശീയ തലത്തിൽ സജീവമാക്കാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ സന്നിധാനത്തെത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മുൻപ് രാഷ്ട്രപതി സന്നിധാനത്തിലെത്തിയപ്പോൾ പാലിച്ച അതേ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളും പാലിച്ചായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഈ നീക്കം ഭക്തജനങ്ങളുടെ വികാരം വോട്ടാക്കി മാറ്റാനുള്ള BJPയുടെ വലിയ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു. ജനുവരി 11-ന് തിരുവനന്തപുരത്തെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJPയുടെ മിഷൻ 2026ന്റെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ കേരളം ഒരു രാഷ്ട്രീയ യുദ്ധഭൂമിയായി മാറുക തന്നെ ചെയ്യും. നിയമസഭയിൽ 2 അക്ക സീറ്റുകൾ ലക്ഷ്യമിടുന്ന BJPക്ക് സ്വർണ്ണക്കൊള്ള കേസിലെ ഇഡി നടപടികൾ വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് കേസ് രേഖകൾ കൈക്കലാക്കിയ ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതോടെ പ്രമുഖ നേതാക്കൾ അഴിക്കുള്ളിലാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തന്ത്രിയുടെ പേരിൽ പുകമുറ സൃഷ്ടിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തട്ടിയെടുത്തവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് വരും ദിവസങ്ങളിൽ കർശനമായ പ്രഹരം ലഭിക്കാനാണ് സാധ്യതയും. തന്ത്രിയല്ല ഇതിന് പിന്നിലെന്ന് പോലീസ് തന്നെ കോടതിയെ ബോധിപ്പിച്ചതോടെ സൈബർ ഇടങ്ങളിൽ തന്ത്രിക്കെതിരെ നടന്ന ആക്രമണങ്ങളുടെ മുനയൊടിഞ്ഞു. 2004-ൽ ബംഗളൂരു പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് തന്ത്രി കണ്ഠരര് രാജീവരുമായുള്ള ബന്ധം വഴിയാണെന്നായിരുന്നു CPM നേരത്തെ ഉന്നയിച്ച പ്രധാന ആരോപണം. തന്ത്രി കൊണ്ടുവന്ന ആൾ എന്ന നിലയിൽ ഇയാൾക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി ആവശ്യമില്ലായിരുന്നു എന്ന വാദമുയർത്തി പഴി മുഴുവൻ തന്ത്രിയുടെ മേൽ ചുമത്താനായിരുന്നു ഇടതുപക്ഷത്തിന്റെ ശ്രമം. എന്നാൽ പിൽക്കാലത്ത് കോൺഗ്രസ് നേതാക്കളായ G. രാമൻ നായർ, MP ഗോവിന്ദൻ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ ഭരണകാലത്താണ് പോറ്റി ശബരിമലയിലെ സമാന്തര ഭരണാധികാരിയായി വളർന്നതെന്ന മറ്റൊരു വാദവും രാഷ്ട്രീയ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. ആറന്മുളയിൽ വെച്ച് കവറിലിട്ട് രഹസ്യമായി നൽകിയ ഉത്തരവിലൂടെയാണ് ഇയാൾക്ക് കീഴ്ശാന്തി നിയമനം ലഭിച്ചതെന്നും ഇതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ശുപാർശകൾ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. തമിഴ്, കന്നഡ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന പോറ്റി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോടീശ്വരന്മാരായ ഭക്തരുടെ പ്രിയപ്പെട്ടവനായി മാറുകയും അതുവഴി വലിയ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്തിരുന്നു. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കളുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കി സ്വർണ്ണക്കൊള്ളയ്ക്ക് കളമൊരുക്കിയെന്നാണ് ഇഡി സംശയിക്കുന്നത്. തന്ത്രിയെ മുൻനിർത്തി ഇത്തരം ചക്കളത്തി പോരാട്ടങ്ങൾ നടത്തി അന്വേഷണം വഴിതിരിച്ചുവിടാനായിരുന്നു രാഷ്ട്രീയ ഗൂഢാലോചന. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ റിപ്പോർട്ട് ഈ നീക്കങ്ങളെല്ലാം പൊളിച്ചടുക്കി. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ സൈബർ സഖാക്കൾ നടത്തിയ വ്യക്തിഹത്യകൾക്കും അടിസ്ഥാനമില്ലെന്ന് ഇതിലൂടെ വ്യക്തമായി. ഇഡിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയെ ഇനി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലാത്തതിനാൽ കള്ളപ്പണത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്ന എളുപ്പവഴിയിലേക്ക് അവർക്ക് മാറാനും സാധിക്കും. ശബരിമലയിലെ പുണ്യസ്വർണം കവർന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന കർക്കശ നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉള്ളത്. അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി സന്നിധാനത്തെത്തുന്നത് ശബരിമല വിഷയം
വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റുകയും ചെയ്യും. ഭക്തരുടെ വികാരം മുറിപ്പെടുത്തിയ സ്വർണ്ണ കവർച്ചയിൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് പങ്കിടുന്ന വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ അമിത്ഷാ കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ശബരിമല കേസിലെ പുരോഗതിയെക്കുറിച്ച് പ്രത്യേക റിപ്പോർട്ടും തേടും. നിയമസഭയിൽ നിർണായകമായ അംഗബലം നേടാൻ മിഷൻ 2026 BJP ലക്ഷ്യമിടുമ്പോൾ ശബരിമല കേസിലെ ഓരോ നീക്കവും ഇടത് സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കുമെന്നതും ഉറപ്പാണ്. വിശ്വാസികളെയും ഭക്തജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന വൈകാരിക വിഷയം എന്ന നിലയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള കേസ് നിർണായക ഘടകമായി മാറുക തന്നെ ചെയ്യും. വരും ദിവസങ്ങളിൽ ED നടത്തുന്ന അറസ്റ്റുകളും കോടതിയുടെ നിരീക്ഷണങ്ങളും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിവരയ്ക്കുമെന്നതും ഉറപ്പാണ്. ശബരിമലയിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന ആരോപണം നേരിടുന്ന സർക്കാരിന് സ്വർണ്ണക്കൊള്ള കേസ് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അന്വേഷണം മുറുക്കുന്നതോടെ സ്വർണം എവിടെ പോയി എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം നൽകേണ്ടി വരും. വരും മാസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അധികാരവും ഭക്തിയും നീതിപീഠവും തമ്മിലുള്ള വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനായിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ശബരിമല വിഷയം കേവലം കേരളത്തിൻ്റെത് മാത്രമല്ല, ഒരു ദേശീയ പ്രാധാന്യമുള്ള വിഷയമായി മാറുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമില്ല.